നവരാത്രി കാലത്ത് മൂകാംബികയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഭാരതത്തിലെ ഉടനീളം വിദ്യാരംഭവും കുട്ടികളെ എഴുത്തിനിർത്തലും ആയുധപൂജയും നടക്കുന്ന കാലമാണ്. മൈസൂരിലേക്ക് കിടക്കുകയെന്ന് വെച്ചാൽ ദസറ അവിടെ ഏറ്റവും ആഘോഷമാണ്. ആഘോഷം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നൈസർഗികമായ വാസനയിലേക്ക് മനുഷ്യൻ വരിക എന്നതാണ്. ഇതാണ് ആഘോഷം. എന്ത് അനാവശ്യം കാണിക്കാന്നല്ല. ഈ നവരാത്രി കാലം നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റം 50 വർഷമായിട്ട് മൂകാംബികയിൽ പോകുന്ന വ്യക്തി ആ വ്യക്തിയുടെ പഴയ ആ കാലഘട്ടം, അന്നത്തെ കൊടജാദ്രി, അന്ന് കൊടജാദ്രിയിലേക്ക് പോകുമ്പോൾ ഇടതൂർന്ന വനങ്ങൾ. അപ്പൊ സത്സംഗത്തിന് പറ്റിയ യാത്രയ്ക്ക് വേണ്ടുന്ന 3-4 സുഹൃത്തുക്കളെ കിട്ടി. ആദ്യത്തെ തവണ പോക്ക് പരാജയപ്പെട്ടു. അപ്പൊ നാഗരാജ അടികളുടെ അവിടെ ഇരുന്നിരുന്ന ഒരു വൃദ്ധ സന്യാസി, ഞങ്ങൾ കൊടജാദ്രിക്ക് പോവാന്ന് പറഞ്ഞപ്പോ പോയപ്പോ പരാജയപ്പെട്ട കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞു, പരാജയപ്പെടാനുള്ള കാരണം നിങ്ങൾ വിചാരിച്ചല്ല, അവിടേക്ക് പോണവരുണ്ട്. ഇവിടെ വന്നിട്ട് അമ്മയെ ഒന്ന് തൊഴുക പോലും ചെയ്യാതെ നിങ്ങളോട് പോയില്ലേ, അതൊരു അഹങ്കാരല്ലേ. അതിന് പകരം തവണ വന്നിരിക്കണേ കൊടജാദ്രിയിരിക്കാം, അതല്ലല്ലോ ശരി. അഹങ്കാരത്തിന്റെ ഒരു കണിക നമ്മളറിയാതെ നമ്മളിൽ വന്നാൽ നമുക്ക് വീഴ്ച ഉണ്ടാകും. ജീവിതത്തിന്റെ ഉയർച്ച എന്ന് പറയുന്നത് ഗുരുത്വമാണ്. ഈ ഗുരുത്വം എന്ന് പറഞ്ഞാൽ അഹങ്കാരമില്ലായ്മ എന്നാണ്. അങ്ങനെയാണ് അങ്ങോട്ട് കയറി പോകുന്നത്. ആ പോകുമ്പോ ധാരാളം കുരങ്ങന്മാരുണ്ട്. കൊടജാദ്രിയിലും മൂകാംബിയിലും സൗപർണിക തീരത്തും ഒക്കെ കുരങ്ങന്മാരുണ്ട്. തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ കുരങ്ങന്മാരുടെ വംശം ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും യാത്ര ചെയ്ത അനുഭവം വെച്ച് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ അവിടെ എല്ലാം കുരങ്ങന്മാർ ഉണ്ട്. അവരിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാൻ ഉണ്ട്. ധിക്കാരികളായ കുരങ്ങന്മാരുള്ള സ്ഥലമുണ്ട്. കാരണം അവരാരാധിക്കുന്ന ദേവത അവിടെ കുറച്ചൊരു ഫേമസ് ആകുമ്പോൾ, അവരുടെ കാരണം ഒരു ഫേമസ് ആകുമ്പോൾ മരുമക്കൾ കുറച്ച് പോസ് കാണിക്കണ പോലെ ആ കുരങ്ങന്മാർ. പക്ഷെ കൊടജാദ്രിയിൽ പൊതുവെ ശാന്ത സ്വഭാവമുള്ള കുരങ്ങന്മാരാണ്. ആ കുരങ്ങന്മാരുടെ ദിവ്യത്വം നമുക്ക് വേറൊരിക്കൽ പറയാം. ഇപ്പൊ കൊടജാദ്രിക്ക് പോകുമ്പോൾ കൂടെയുള്ള ഒരു വ്യക്തി പറഞ്ഞു, ശങ്കരാചാര്യൻ നടന്ന വഴിയാണല്ലോ, അതുകൊണ്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ട. ഹിംസജന്തുക്കൾ അന്നുമില്ലേ? ഹിംസജന്തുക്കൾ എന്നൊന്നും പറഞ്ഞിട്ടൊരു വിഭാഗമില്ല. പക്ഷെ ശങ്കരാചാര്യർ വന്നത് ഒരു അദ്വൈത ഭാവത്തിലെ മനസ്സിനെ കൊണ്ടുവരുമ്പോൾ ഭയം കുറയും. ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഭയം ഉണ്ടാകരുത്. ഭയം ഉണ്ടാകാനുള്ള കാരണം നമ്മളിൽ നിന്ന് വേറിട്ട് വേറെന്തോ ഉണ്ട് എന്നുള്ള ചിന്തയാണല്ലോ ഭയം ഉണ്ടാക്കുന്നത്. അഭയം എന്ന് പറഞ്ഞാൽ ഭയം ഇല്ല. എന്നിൽ നിന്ന് വേറിട്ട് ഒന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു? ഭയമായി. രാത്രി കിടന്നുറങ്ങുമ്പോൾ അമ്മയുടെ കൂടെ കുഞ്ഞുണ്ടെങ്കിൽ
അമ്മയ്ക്ക് കുഞ്ഞിനെ ഭയമുണ്ടോ? കുഞ്ഞിന് അമ്മയെ ഭയമുണ്ടോ? ആ കുഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്നും പോകുന്നതല്ലേ. വേറിട്ടിട്ടല്ല കാണുന്നത്. വലിയൊരു ഗുണപാഠം കൊടുജാതിലേക്ക് പോകുമ്പോ ആദ്യത്തെ യാത്രയിൽ തന്നെ തോന്നിയത് ഒക്കെ നമ്മുടെ, ഈ കാണുന്നതെല്ലാം നമ്മുടെ. ഈ ഒരു വിചാരം ഉണ്ടാകുമ്പോൾ കുറെ മാറ്റം ഉണ്ടാകും. നമുക്കെല്ലാവർക്കും ശങ്കരാചാര്യരാകാൻ പറ്റുമെന്നല്ല, ആ അംശം നമ്മളിലുണ്ടല്ലോ. ആ ഒരു അംശം നമ്മളിലുണ്ട് എന്നൊരു ധാരണ നമുക്ക് ഉണ്ടാകണം. ഇന്ത്യക്ക് എന്തെല്ലാം ശക്തിയുണ്ട്, ഇന്ത്യ എന്നൊരു രാജ്യത്തിന് അത്ര ശക്തിയുണ്ട്. പക്ഷെ നമുക്ക് 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ഭാഗമല്ലേ, അത് ഇന്ത്യയല്ലേ. ആ 10 സെന്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ത്യയുടെ മുഴുവൻ ശക്തിയും അതിലേക്ക് കേന്ദ്രീകരിക്കില്ലേ. ആ 10 സെന്റ് സ്ഥലം വേറെ വല്ലവർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പാടുമോ? നമ്മളിൽ ശങ്കരാചാര്യനുണ്ട്, നമ്മളിൽ കൃഷ്ണനുണ്ട്. നാം സ്വയം തിരിച്ചറിയുമ്പോൾ ഈ ശക്തി വിശേഷം നമുക്കുണ്ടാവും. മൂകാംബിലത്തെ പല ഭക്തന്മാരും രാത്രിയും പകലൊന്നുമില്ലാതെ വനത്തിലൂടെ നടന്ന് വഴി തെറ്റാതെ കൊടജാദ്രിയിൽ എത്തിയിട്ടുണ്ട്. കൊടജാദ്രിയിലേക്ക് കൊണ്ടുവന്ന പരാശക്തിയെ കൊടജാദ്രി അവിടെ സ്ഥാപിച്ചു എന്ന് പറയാൻ കാരണം, യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ് ശങ്കരാചാര്യ എന്നാണ് പറഞ്ഞത്. ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, പിറകോട്ട് തിരിഞ്ഞു നോക്കരുത്. പക്ഷേ ദേവിയുടെ ചിലമ്പൊച്ച കേട്ടുകൊണ്ടാണ് നടന്നത്. ചിലമ്പൊച്ച കേൾക്കാതെയായി. തിരിഞ്ഞു നോക്കിയതും ദേവി അവിടെ ഒന്നും അബദ്ധമായി. ഗുണപാഠം. ഈ തിരിഞ്ഞു നോട്ടം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് ആവശ്യമില്ല. ഒരു വിശ്വാസി സാധാരണ ലോജിക്കിൽ നിന്നും അതീതമാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. ലോജിക് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ 100% എന്ന് കണക്കാക്കിയാൽ ലോജിക്ക് 1%. ബാക്കി 99%നും ലോജിക്ക് ഇല്ല. ഞാനിപ്പോൾ പറയുന്നു, എന്തിനു പറയണു? ലോജിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കള് ഇപ്പൊ വിളിരുന്നത് കേൾക്കുമ്പോൾ എന്താ അതിന്റെ യുക്തി? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുവോ? പരീക്ഷ വരാൻ പോവാണ്, പരീക്ഷയ്ക്ക് ഇതാണോ ചോദിക്കുക? അല്ല, ലോജിക്കില്ല. തീപ്പെട്ടി കണ്ടുപിടിച്ചപ്പോൾ അന്ന് മോഡേൺ സയൻസ് ആയിരുന്നു. അത് തീപ്പെട്ടി കണ്ടുപിടിച്ചു എന്നുള്ളത് അത് മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു ധൈര്യത്തിലെ അഭയഭാവത്തിൽ നിങ്ങൾ നീങ്ങുമ്പോൾ ഒന്ന് കാണുമ്പോൾ വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ബുദ്ധിക്ക് വികാസം ഉണ്ടാകുന്നത്. എല്ലാവരെ കുറിച്ചും ഞാൻ പറയുന്നില്ല, ഞാനൊരു കഥ എഴുത്തുകാരനാണ്. ഒന്ന് കാണുമ്പോൾ ഞാൻ വേറൊന്ന് ആലോചിക്കാം, ഇങ്ങനെയല്ലേ അതും. അങ്ങനെ ആലോചിക്കാത്തവർക്ക് കൊടജാദ്രി യാത്ര എന്ന് പറഞ്ഞാൽ കുറെ വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടെ ഉള്ളൊരു പോക്ക് എന്ന് മാത്രം ആണ്. ആ വൃക്ഷങ്ങൾ വൃക്ഷതാപസരാണല്ലോ, അവിടെ നിന്ന് തപസ്. ഓരോ വൃക്ഷവും ഓരോ ഭാവത്തെ തപസ് ചെയ്യുന്നു. ആ കുരങ്ങന്മാരുടെ ഓട്ടവും കളിയും യുദ്ധമൊക്കെ കണ്ടപ്പോ ഹിമഗിരി വിഹാരം എന്ന ഗ്രന്ഥം ഓർമ്മ വന്നു. ഹിമഗിരി വിഹാർ തപോവന സ്വാമികളുടെ, ചിന്മയാനന്ദ സ്വാമിയുടെ ഗുരുനാഥൻ. ഹിമാലയം പോയ യാത്രാ വിവരണം അതേമാതിരി എഴുതിയാണ് ഹിമഗിരി വിഹാർ. ആ പുസ്തകം വായിച്ച സ്വാധീനം എന്നിൽ ഈ ആദ്യത്തെ 50 വർഷം മുമ്പേ ഉള്ള കൊടജാദ്രി യാത്രയിൽ
എന്നിൽ ഉണ്ടായിരുന്നു. ആ പുസ്തകത്തെ പറ്റി ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്, ഹിമഗിരി വിഹാരത്തെ കുറിച്ച്. ഇപ്പം അത് പലയിടത്തു നിന്ന് വാങ്ങാൻ കിട്ടുമെങ്കിലും അന്ന് ഔട്ട് ഓഫ് പ്രിന്റ് ആയിരുന്നു. ആ പുസ്തകം ഔട്ട് ഓഫ് പ്രിന്റാ. കൊടജാദ്രി പോയവരും ഹിമാലയം പോയവരും ഒക്കെ എന്നോട് പറഞ്ഞിരുന്നു, ഹിമഗിരി വിഹാരം വായിക്കണം എന്ന്. പുസ്തകം വായിക്കാൻ കിട്ടണ്ടേ? വായനശാലകളിലൊക്കെ നോവലും കഥയല്ലാതെ ഇതേമായുള്ള ഗ്രന്ഥമൊന്നും അന്നില്ല. ഇത് ഔട്ട് ഓഫ് പ്രിന്റാണ്. ആരോ പറഞ്ഞു കോഴിക്കോട് ചാലപ്പുറത്ത് താമസിക്കുന്ന നോർമൻ പ്രസ് നടത്തിയിരുന്ന നോർമൻ അച്യുതനാരുടെ കയ്യിൽ ഈ പുസ്തകമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാം, ഞാൻ വായിച്ചിട്ട് മടക്കി കൊണ്ടുവന്ന് തരാമെന്ന്. പുസ്തകം എടുക്കാനായിട്ട് ഇദ്ദേഹത്തേക്ക് പോയി. 1.5 മണിക്കൂർ ഉമ്മർത്ത് കാത്തിരുന്നു. എന്താ പുസ്തകം തെരഞ്ഞു കിട്ടില്ലേ? അദ്ദേഹത്തിന് അന്ന് തന്നെ 90 കൂടുതൽ പ്രായമുണ്ട്. കുറേ കഴിഞ്ഞ് ഇനി അകത്ത് പോയി നോക്കണോ? അവിടെ തന്നെ ഇരുന്നു. കുറച്ച് അദ്ദേഹം വന്നു. എപ്പോഴാ പി ആർ നാടൻ വന്ന്? ഞാൻ പറഞ്ഞു, ഞാൻ വന്നു, എനിക്ക് ഈ പുസ്തകം എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയതായിരുന്നു. അങ്ങനെയാണോ? ഞാൻ അവളെ ബോധം കെട്ട് വീണു. പിന്നെ ആരുമില്ല അവിടെ. ഇത് അതിനു മുമ്പാണെന്ന് ആലോചിക്കണം, ഏതാ കാലഘട്ടം ആലോചിക്കണം. ഇപ്പം ബോധം തെളിഞ്ഞപ്പോ ഞാൻ ഉമ്മർത്തേക്ക് വന്നപ്പോ നിങ്ങളെ കാണുകയാണ് എന്ന് പറഞ്ഞു. എനിക്ക് സഹതാപം തോന്നി. ആ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിൽ അഭിമാനവും തോന്നി. ബോധം കെട്ട് വീണ ബോധം തെളിയില്ലേ? നമ്മളിപ്പോഴത്തെ കാലത്ത് മോഹാലസ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ ആശുപത്രിയിലാക്കി, ഒഴിവുണ്ടെങ്കിൽ ICUയിലും ആവും, നമുക്കറിയാലോ, വെന്റിലേറ്ററിലും ആവും. ബോധം കെട്ട് ആളെ കിടന്നു, ബോധം തെളിഞ്ഞു. ആ പുസ്തകം തരുമ്പോ ഗേറ്റ് വരെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ പുസ്തകം മടക്കി കൊണ്ടുവന്ന് തരണ്ടാന്ന്. അപ്പൊ ഞാൻ ഒന്ന് കുത്തേക്ക് നോക്കി. ഇത് ഇപ്പൊ തന്നെ പേജുകളൊക്കെ വിട്ടിരിക്കുന്നു. ഇത്ര ആഗ്രഹിച്ച് വരണവര് സൂക്ഷിച്ചു വെക്കാനുള്ള. നിങ്ങളിത് ഇത്രയും മോഹിച്ച് വന്നല്ലേ, അതുകൊണ്ട് കൊണ്ടുവരണ്ട എന്നോ. ആ പുസ്തകത്തില് പറഞ്ഞിട്ടുണ്ട്, കുരങ്ങന്മാരുടെ കളികൾ ഇങ്ങനെ തപോവന സ്വാമികൾ ഹിമാലയത്തിൽ പോകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ ചിന്തിച്ചു, മനുഷ്യരും ചെയ്യുന്നതല്ലേ. മനുഷ്യര് ചെയ്യുന്നത് എന്താ? നല്ല പോലെ ആലോചിക്കുക. മനുഷ്യരാശിക്കോ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ അപമാനമാകും എന്നുള്ളതുകൊണ്ട് പലതും പറയണമെന്നില്ല എന്നുള്ളൂ. ഇവിടെ കർക്കിടക മാസത്തിൽ പട്ടി നായി നമ്മുടെ ചുറ്റും നടക്കുന്ന അവരുടെ കേളികൾ തന്നെയാണ് മനുഷ്യൻ ചെയ്യണത്. എല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കലഹിക്കുക, ഒരാൾ വേറൊരാളെ മാന്തുക, പോലീസ് കേസ് കൊടുക്കുക. ഇത് കുരങ്ങന്മാര് വേറെ രീതി ചെയ്യുന്നു. ഒരർത്ഥശൂന്യം എന്ന് നമുക്ക് തോന്നാവുന്ന കാര്യങ്ങൾ കുരങ്ങന്മാരുടെ കാണുമ്പോൾ അർത്ഥശൂന്യം നമുക്ക് തോന്നും. നാം ചെയ്യുന്നതോ, 40 കൊല്ലമായിട്ട് കോടതി വരാന്തയിൽ നടന്നു, കേസ് നടത്തി, എന്നിട്ടോ കാരണം ഒരു മരിച്ചു കിടക്കുമ്പോൾ നമുക്ക് തോന്നണ്ടേ? ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ കൊടജാദ്രി യാത്ര, കൊടജാദ്രി പറഞ്ഞാൽ ഔഷധ സസ്യങ്ങൾ ധാരാളമുള്ള സ്ഥലം ആണ്. അന്ന് അവിടേക്ക് റോഡില്ലായിരുന്നു. ഇപ്പൊ റോഡൊക്കെ പണിത് നമുക്കറിയാമല്ലോ. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെയും സ്വീകരിക്കാൻ കുറച്ച് പുരോഹിതന്മാരുണ്ട്. വളരെ കുറച്ച് പേരെ അവിടേക്ക് എത്തുള്ളൂ. ഒരു ദിവസം ഒരു 4 ആൾ എത്തിയാലായി. അവിടെയും കട്ടൻ ചായയും കുറച്ച് അവിലൊക്കെ തരാവുന്ന സാഹചര്യം അവിടെയുണ്ട്. അവിടുന്ന് കീഴ്പോട്ട് നോക്കിയാൽ ഒന്നും കാണില്ല, ഈ വൃക്ഷങ്ങളുടെ ശിഖരങ്ങളല്ലാതെ. വൃക്ഷശിഖരങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരാള് പറഞ്ഞു, ഞാനിവിടെ ഇരിക്കുന്നു, ഇനി കുറച്ചും കൂടി അത് കയറിയാൽ കൊടജാദ്രിയുടെ മുകളിലേക്ക് ചിത്രമൂലിയുണ്ട്.
മൂകാംബിക ക്ഷേത്രത്തിലെ മണിയടി സ്വരം ഞാൻ ഇവിടെ ഇരുന്ന് കേൾക്കും എന്ന്. അപ്പൊ അതൊരു അതിശയോക്തിയായിട്ടാണ് തോന്നിയത്. മൂകാംബിക ക്ഷേത്രത്തിലെ മണിയടി സ്വരം അവിടെ നിന്ന് കേൾക്കാൻ. ഏതായാലും അവിടുന്ന് കീഴ്പ്പെട്ട് നോക്കുമ്പോൾ ക്ഷേത്രം കാണില്ല. കാലം മാറി. ഇപ്പോഴത്തെ സ്റ്റേജ് എങ്ങനെയാന്നുള്ളത് ധാരാളം പേര് കൊടജാദ്രിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ വിസ്തരിക്കുന്നില്ല. അവിടുന്നാണ് ചിത്രമൂലയിലേക്ക് നടക്കേണ്ടത്. ഇപ്പൊ ജീപ്പ് സർവീസ് വന്നപ്പോൾ കൊടജാദ്രി വരെ എത്തിയാലും ചിത്രമൂലയിലേക്ക് നടക്കണം. ആ പ്രദേശത്തിന് വളരെ പ്രത്യേകതകളുണ്ട്. വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.